രാവിലെ തൊട്ട് കള്ള് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ദേ ഉണ്ണീനെയും കൂട്ടിയിട്ട് നേരെ കള്ള് ഷാപ്പിലോട്ട് വന്നു. പിന്നെ ഒരു ധൈര്യത്തിന് ദേ ചേച്ചീനെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അവളാണെങ്കിൽ ഇവിടെ വന്നതൊന്നും ആരെയും അറിയിക്കല്ലേ എന്ന് എന്നോട് പ്രത്യേകം പറയുകയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ രണ്ടുപേരും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടത്തേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇതൊരു കള്ള് ഷാപ്പ് മാത്രമല്ല, ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റും കൂടിയാണ്. അപ്പോൾ ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അച്ഛനെയും കൂടി കൂട്ടണമെന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛന് വരാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് കയറി. ഉണ്ണിക്ക് ഞാൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന മുതലിനെയാണ് കേട്ടോ. അവൾ അടുത്ത് കിട്ടിയ സന്തോഷത്തിലാണ് ഉണ്ണിക്ക് അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനാണ് കേട്ടോ. നമ്മൾ വന്നത് ഒരു ഉച്ച കഴിഞ്ഞ് നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. കള്ള് ഷാപ്പിൽ വന്നിട്ട് കള്ളിൽ തുടങ്ങുന്ന എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ കൊണ്ടാട്ടമാണ് ആദ്യം ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കൂന്തൽ ഫ്രൈ ആയിരുന്നു കേട്ടോ. ഇത് അത്യാവശ്യം നല്ലതായിരുന്നു. കള്ളപ്പം കിട്ടിയില്ല. കള്ളപ്പം കിട്ടാത്തത് കാരണം ഞങ്ങളത് നെയ്പ്പത്തല വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ നെയ്പ്പത്തല ഓർഡർ ചെയ്തു. ഒരുപാടൊന്നും ഓർഡർ ചെയ്തില്ല, കാരണം നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ച് വന്നതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഇത്ര മാത്രമേ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും കഴിക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ ഈ കള്ള് ഷാപ്പൊക്കെ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനൊരു മുഴുക്കുടിയത്തിയൊന്നുമല്ല, കള്ള് ഒരുപാട് കുടിക്കുന്ന ആളും അല്ല കേട്ടോ. പക്ഷേ ഈ ഫ്രഷ് ആയിട്ടുള്ള കള്ളില്ലേ, നമ്മൾ തെങ്ങിൽ നിന്ന് ഡയറക്റ്റ്ലി കിട്ടുന്ന, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ കുടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായാലും ഇവിടെ വന്ന് എന്തായാലും കള്ള് കുടിക്കാനൊന്നും പ്ലാനൊന്നും ഇല്ല. ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഇതാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ. ഏകദേശം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് മാത്രമേ ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്കുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഒരുപാട് നാളെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നാണ് കേട്ടോ സമയവും സന്ദർഭമൊക്കെ ഒത്തു വന്നത്. അങ്ങനെയാണ് ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. വേറെ ഇതുപോലെ ഫാമിലിക്ക് പോകാൻ പറ്റുന്ന കള്ള് ഷാപ്പ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. ഞാൻ മുൻപൊരു വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതേ പാത്രമൊക്കെ കാലിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഞാൻ പാർസലൊക്കെ കിട്ടി. അപ്പം ഞാൻ വീട്ടിലോട്ട് പോകണം. അപ്പോൾ അത്രയുള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ ദിയ സൈനിങ് ഓഫ്.